അപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിലൂടെയോ വിഷ്ണു പൂജയിലൂടെയോ നമുക്ക് നിരന്തരം ആ വിഷ്ണുനാമങ്ങൾ ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ, അതേപോലെയുള്ള ദേവതാസങ്കല്പങ്ങളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവിടെ നിർവികാരമായിട്ട് അങ്ങനെ ഇല്ലാതായിട്ട് തീരും. ആര് വന്നാലും അതൊക്കെ നിർവീര്യമായിട്ട് പോകും. അപ്പം അതുകൊണ്ട് എല്ലാ ദോഷങ്ങളിലും ഓം ഭക്തിയുടെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഭാവത്തിൽ ഉള്ള ആൾക്ക്, ഒരു വ്യക്തിക്ക് മറ്റു തരത്തിലില്ലാതായിരിക്കുന്ന ദോഷങ്ങൾ സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൽ നേരെ പല ഈ ചൈതന്യങ്ങളുണ്ട്. അപ്പോൾ ചൈതന്യങ്ങളാണ് നമ്മളിങ്ങനെ പൊതിഞ്ഞുകൊണ്ടിരിക്കുക, കവർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നേരെ ഇങ്ങനെ സദാസമയത്ത് നമ്മുടെ മനുഷ്യ ശരീരത്തെ കവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് വേറെ സംഗതികൾ കടന്നു വരുമ്പോൾ അത് അതിലേക്ക് ഭേദിച്ച് അകത്തേക്ക് വരിക. ഉദാഹരണത്തിന് നേരെ നമ്മുടെ ഈ ലോകത്തിൽ ഭൂമിയിൽ ഇങ്ങനെ പലതരത്തിലുള്ളതായിരിക്കുന്ന ആ ഒരു വലയുണ്ട്. അപ്പോൾ ആകർഷണ വലയുണ്ട്. ആകർഷണ വലയം ഭേദിച്ചിട്ട് അപ്പുറത്തേക്ക് പോകുന്നതാണ്. അതാണ് പിന്നെ അത് തിരിച്ചു വരില്ല എന്നാണ് പറയുക. അപ്പോൾ അതേപോലെ എല്ലാ മനുഷ്യരിലും ഒരു ചെറുതായിരിക്കുന്ന ആകർഷണ വലയുണ്ട്. ആ ആകർഷണ വലയത്തിലേക്ക് പല ശക്തികൾക്കും ഇങ്ങോട്ട് തിരിച്ചു വരാമെന്നാണ് പറയാം, കയറി വരാം. അപ്പം അങ്ങനെ കയറി വരുന്നത് നല്ലതും ഉണ്ടാവും, ചീത്തയുണ്ടാവും. അപ്പം അതൊക്കെ നമ്മുടെ മനസ്സിനെ ബാധിക്കും, പിന്നെ ശരീരത്തിനെയും ബാധിക്കും. അപ്പം അതുകൊണ്ട് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെ ബാധിച്ച് മനസ്സിനെ ആദ്യമായിട്ട് നേരെ കയറാതിരിക്കുന്ന രൂപത്തിൽ ശക്തി പ്രാപിക്കുക. അപ്പം മനസ്സ് ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കും. അതാണ് പണ്ട് കാലത്ത് നേരെ ഈ ആഭിചാര കർമ്മങ്ങൾ എന്നെല്ലാം പറയും. അപ്പോൾ ആഭിചാര കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സാധാരണ കർമ്മങ്ങളല്ല, ദുഷ്കർമ്മങ്ങളായിട്ടാണ് പറയുക. നമുക്ക് വിരോധമുള്ളതായിരിക്കുന്ന ഒരാളോട് നേരെ ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന രൂപത്തിൽ അവനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മമാണ് ആഭിചാര കർമ്മമായിട്ട് പറയാം. അപ്പം അതിന് ധാരാളം ദുർദേവതമാരെ നേരെ നമ്മുടെ പുരാണങ്ങളിൽ തന്ത്രശാസ്ത്രത്തിൽ പറയുന്നുണ്ട് എന്ന്. അപ്പം അതിലൊന്നാണ് നേരെ വാരാഹി. അതേപോലെ തന്നെയുള്ള ദേവിമാരുണ്ട്. വാരാഹിയാണ് ദുർദേവി ഇതിൽ പറയാം. വാരാഹിക്ക് നേരെ വേറും പേരുകളുണ്ട്. വാരാഹിക്കാണ് വാർത്താളി എന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ വാർത്താളി എന്നും ദേവിയെക്കുറിച്ച് പറയും. പല ഭാഷകളിൽ അങ്ങനെയാണ് പറയുക. ഈ വാരാഹി സങ്കല്പം നേരെ എന്താണ്? നേരെ ഭൂമി സംബന്ധമായിരിക്കുന്ന വഴക്കുകളും കയ്യേറ്റങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ ആ എതിരാളിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വാരാഹി ശക്തിയെ പ്രയോഗിക്കും എന്ന് പറയും. പക്ഷെ മറുഭാഗത്ത് നിൽക്കുന്നവൻ നേരെ ഇത് സാധാരണഗതിയിലുള്ള ആൾക്കാരെ ബാധിക്കും. പക്ഷേ ഈ ശക്തികളൊക്കെ തന്നെ ഓരോ അസ്ത്രങ്ങളാണ്. ഈ അസ്ത്രം കയറിപ്പോകാൻ സാധിക്കാത്തതായിരിക്കുന്ന നമ്മുടെ ശരീരത്തിൽ നേരെയുള്ളതായിരിക്കുന്ന മുറിച്ച് കിടക്കാൻ സാധിക്കാത്ത കവചം വേണമെന്നാണ് പറയാം. അപ്പം ആ കവചം എന്താണ്? അതാണ് ശുദ്ധമായിരിക്കുന്ന ഈശ്വര ഭജനം എന്ന് പറയാം. അപ്പോൾ ശുദ്ധമായിരിക്കുന്ന ഈശ്വര ഭജനിച്ചാൽ പൂർണ്ണശുദ്ധാണ്. അപ്പോൾ പൂർണ്ണശുദ്ധമായിരിക്കുന്ന പോസിറ്റീവ് എന്ന് പറയാം. അപ്പോൾ പോസിറ്റീവായിരിക്കുന്ന ഈശ്വരനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിലേക്ക് നേരെ ഒരു ദുർദേവതയ്ക്കും, ആരയച്ച ദുർദേവതയ്ക്കും ഒരു നെഗറ്റീവ് ശക്തിക്ക് നേരെ പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. അത് നേരെ ന്യൂട്രലൈസ് ചെയ്ത് അങ്ങോട്ട് പോകും. അങ്ങനെയാണല്ലോ. അപ്പോൾ പ്ലസും മൈനസും കൂടി ചേർന്നാൽ നേരെ ന്യൂട്രലൈസ് ചെയ്ത് പോകും. പോസിറ്റീവും നെഗറ്റീവും കൂടി ന്യൂട്രലൈസേഷൻ വരും. അപ്പം അതാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ സൽഗുണശക്തികളെ കൊണ്ട് നേരെ ശക്തിപ്പെടുത്തണം എന്ന് പറയാൻ കാരണം. അപ്പോൾ സൽഗുണശക്തികളാണ് ഒന്ന് മഹാവിഷ്ണു, സൽഗുണശക്തിയാണ്. അപ്പം അതേപോലെ തന്നെ നേരെ ഏറ്റവും കൂടുതൽ സൽഗുണശക്തിയാണ് മഹാവിഷ്ണു. പിന്നെ മഹാദേവനുണ്ട്, അതേപോലെ ഓരോ ദേവന്മാരുണ്ട്. പക്ഷേ അതേപോലെ ദേവീ സങ്കല്പത്തിലാണെങ്കിൽ ദുർഗാഭാവമുണ്ട്. അപ്പോൾ അങ്ങനെ ആ ദുർഗയെ ബാധിച്ചു കഴിഞ്ഞാൽ നേരെ മറ്റൊന്നും നമ്മുടെ ഉള്ളിലേക്ക് വരില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് നേരെ സൽഗുണദേവന്മാരെ നമ്മൾ ആരാധിക്കണം, അതിൽ നിറഞ്ഞു നിൽക്കണം എന്നാണ്. അപ്പോൾ മറ്റു ശക്തികൾക്ക് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല.
അപ്പോൾ അതുകൊണ്ടാണ് പുരാണങ്ങളിൽ ആ കഥകൾ അങ്ങനെ പറയാൻ കാരണം. അംബരീഷ മഹാരാജാവ് നേരെ വ്രതമൊക്കെ എടുത്തു. അപ്പോൾ വ്രതത്തിൻ്റെ അവസാനം നേരെ ദുർവാസാവ് മഹർഷിയെ ആഹാരത്തിന് ക്ഷണിച്ചു. പാരണ വീടി, തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ പാരണ വീടി അത് തെറ്റാണ് എന്ന് പറഞ്ഞ് കൃത്യ അയച്ചപ്പോൾ ദുർവാസാവ് അയച്ച ദുർദേവതയാണ്, കൃത്യ എന്ന് പറഞ്ഞ ദുർദേവതയാണ്. അപ്പോൾ ആ ദുർദേവത നേരെ വന്നു കഴിഞ്ഞപ്പോൾ അംബരീഷ മഹാരാജാവിൻ്റെ കാലുകൾക്ക് പേടിയുണ്ടായില്ല. അപ്പോൾ നേരെ ആ അംബരീഷ മഹാരാജാവ് ഉപാസിക്കുന്ന വിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രം അതിനെ ഓടിച്ച് അവസാനം തിരിച്ചിവിടെ തന്നെ വന്ന് ക്ഷമ ചോദിച്ചിട്ട് തിരിച്ചു പോയി എന്നാണ് അംബരീഷ ചരിതം പറയാം. അപ്പം അത് തന്നെയാണ് നിരവധി കഥകളിൽ അങ്ങനെ പറയാം. അപ്പം അത് നേരെ എല്ലാ കഥകളിലും നേരെ അവസാനം നേരെ ആ ദേവന്റെ അടുത്ത് വന്നിട്ട് തിരിച്ചങ്ങനെ പോകും. അപ്പം ഈ ദുർദേവതകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അഭിചാര പ്രവൃത്തികളിൽ വിശ്വസിക്കുന്നവരാണ് അത് ചെയ്യുക. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന അത് അടുത്ത കാലത്തൊക്കെ തന്നെ നമുക്ക് അറിയാം. ചാത്തൻ സേവാ മഠം, അങ്ങനൊരു മഠം. അപ്പോൾ ചാത്തൻ സേവ, കുട്ടിച്ചാത്തനെയൊക്കെ അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യസിദ്ധി ഉണ്ടാവും, മറ്റുള്ളവനെ നമുക്ക് നേരെ ഉപദ്രവിക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ പറയും. ഇതെല്ലാം ചാത്തനും അതേപോലെ ദുർദേവതകളൊന്നും വരാത്ത സ്ഥലമാണ് പൂർണ്ണമായിരിക്കുന്ന ആ സൽഗുണസമ്പന്നനായിരിക്കുന്ന ദേവൻ എന്നാണ് പറയുന്നത്. അപ്പോൾ സൽഗുണ സമ്പ്രദായത്തിലുള്ള ദേവന്മാരുടെ മകുടോദാഹരണങ്ങൾ ഒന്നാണ് സാക്ഷാൽ വിഷ്ണു, കൃഷ്ണൻ എന്നൊക്കെ പറയും. മഹാദേവനും അപ്രകാരമാണ്. മഹാദേവനെ പിന്നെ അതിൽ കുറേ ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ് സംഗതി. മഹാദേവനെ ഉപാസിച്ചു കഴിഞ്ഞാൽ മഹാദേവൻ അതിനെ ഇല്ലാതാക്കിയെടുത്തും. അപ്പോൾ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് വിഷ്ണുവിനെയാണ് എന്നാണ്. അപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിലൂടെയോ വിഷ്ണു പൂജയിലൂടെയോ നമുക്ക് നിരന്തരം ആ വിഷ്ണുനാമങ്ങൾ ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ദുർദേവതകൾക്ക് പ്രവേശനം ഉണ്ടാവില്ല എന്ന് പറയും. അതാണ് നേരെ ആ വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ആ സാക്ഷാൽ അംബരീഷ മഹാരാജാവിൻ്റെ അടുത്തേക്ക് ആ കൃത്യയ്ക്ക് പോകാനായിട്ട് സാധിച്ചില്ല എന്നുള്ള കഥ. അതേപോലെ നേരെ ഉള്ളതായ രുക്മാംഗത ചരിതം, ഇതെങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്? അപ്പോൾ ശ്രേഷ്ഠനായിരിക്കുന്ന വിഷ്ണുദേവനെ ആരാധിക്കുമ്പോൾ അതങ്ങോട്ട് ചെല്ലുന്നില്ല എന്ന് പറയും. അപ്പം അതേപോലെ കലികാലത്തിൽ ഉള്ളതായിരിക്കുന്ന ദോഷങ്ങൾ ഇങ്ങനെ നിരവധി വരും എന്നാണ് പറയുന്നത്. കലിയിൽ നമ്മൾ ദോഷം അറിയാതെ ചെയ്യും. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ആഭിചാരങ്ങൾ വന്നു കഴിഞ്ഞാൽ ദേവീഭാവത്തിൽ വരുമ്പോൾ എന്താണ്? ഈ സർവദോഷ നിരാസാർത്ഥം ധ്യായേൽ ദേവീ പദാംബുജം എന്നാണ് ദേവീ ഭാഗവതം പറയാം. അപ്പം എല്ലാ ദോഷങ്ങളും എല്ലാ അഭിചാരങ്ങളും ദേവിയുടെ പാദങ്ങളെ സ്മരിച്ചു കഴിഞ്ഞാൽ ധ്യായേൽ ദേവീ പദാംബുജം. അപ്പോൾ ദേവിയുടെ പാദങ്ങളെ ധ്യാനിച്ചാൽ എല്ലാ ദോഷങ്ങളും ഇല്ലാതാവും. കാരണം അത് ആ പോസിറ്റീവ് എനർജിയാണ് ദേവി എന്ന് പറയും. അപ്പോൾ എനർജിയുടെ പല ഭാവങ്ങളിൽ പോസിറ്റീവ് എനർജിയിലാണ്. ഒന്നാണ് നേരെ വിഷ്ണു, മറ്റൊന്ന് നേരെ ദുർഗ. അപ്പോൾ ആ തരത്തിലുള്ളതായിരിക്കുന്ന പോസിറ്റീവ് എനർജിയെ ബാധിച്ചാൽ നെഗറ്റീവ് എനർജികളാണ് ഈ തരത്തിലുള്ളതായിരിക്കുന്ന സാധാരണ വാരാഹി എന്ന് പറയുന്നതും അതേപോലെ തന്നെയുള്ള ഈ ചാത്തൻ എന്ന് പറയുന്നതായിരിക്കുന്ന ദേവത, അതേപോലെയുള്ള ദേവതാസങ്കല്പങ്ങളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവിടെ നിർവികാരമായിട്ട് അങ്ങനെ ഇല്ലാതായിട്ട് തീരും. ആര് വന്നാലും അതൊക്കെ നിർവീര്യമായിട്ട് പോവും. അപ്പം അതുകൊണ്ട് എല്ലാ ദോഷങ്ങളിലും അഭിചാരശക്തികളൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, അപ്പോൾ ഒടിയന്മാരൊക്കെ ഉള്ളതായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വരെ ഇതെല്ലാം ഇല്ലാതിരിക്കാനായിട്ടാണ് സാക്ഷാൽ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ ആരാധിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്തേക്ക് ഇതൊന്നും എത്തിച്ചേരില്ല, അതെല്ലാം തിരിച്ച് നേരെ പോകും എന്ന് പറയാനുള്ള കാരണം. അപ്പം അതാണ് നമ്മുടെ ദേവതാസങ്കല്പങ്ങളിൽ പിൽക്കാലത്ത് വന്നതായിരിക്കുന്ന സ്വാർത്ഥ ചിന്തകളാണ് ഈ പറഞ്ഞ ദുർദേവതകളെ ആരാധിക്കുന്ന സമ്പ്രദായം. അത് സനാതനധർമ്മത്തിൽ നേരെ ആശാസ്യമല്ല, ഇല്ലാത്ത കാര്യമാണ്. എങ്കിലും നേരെ സനാതനധർമ്മത്തിൽ പിൽക്കാലത്ത് വന്നു ചേർന്നതാണ് ഈ ദുർദേവതാ സങ്കല്പം എന്നാണ്. അപ്പോൾ ആ ദുർദേവതാ സങ്കല്പം നമുക്ക് ഒരിക്കലും സൽദേവതമാരായിരിക്കുന്നവരെ ആരാധിക്കുമ്പോൾ ആ തികഞ്ഞ ഭക്തനായിരിക്കുന്ന ഒരുവന് എപ്പോഴും ഒരു കവചമുണ്ടാകും എന്നാണ് പറയാം. അപ്പം അതുകൊണ്ടാണ് നേരെ ദേവീ താല്പര്യങ്ങൾ, ദേവീ കാര്യങ്ങൾ ചെയ്യുന്നവർക്കായിട്ട് ദേവീ കവചമുണ്ട്. അതേപോലെ സാക്ഷാൽ നാരായണ കവചം എന്നാണ് ഭാഗവതത്തിലും പറയും,
ഇപ്പം നാരായണ കവചം എല്ലാ സ്ഥലത്തും പറയുന്നത്. അപ്പോൾ നാരായണ കവചം വിഷ്ണു സംബന്ധിയായ കവചമാണ്. അപ്പം നാരായണ കവചം ജപിക്കുന്ന ഒരാളെ നേരെ ആർക്കും നേരെ ചെന്ന് എതിർക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പം അത് നാരായണ കവചം ജപിച്ചതായിരിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ഇല്ലാതെയായിട്ട് തീരും. അതാണ് ആഭിചാരാണി കർമാണി എന്നാണ് പറയുക. അപ്പോൾ ആഭിചാരാദി കർമ്മങ്ങളുണ്ടാവില്ല, താഴെ വീണ് കഴിഞ്ഞാൽ കാലൊടിയില്ല കൈയൊടിയില്ല എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഓരോരോ സന്ദർഭങ്ങളിലും എന്ത് ആഭിചാര പ്രവൃത്തി വന്നാലും നേരെ ആ കവചം നേരെ ഈശ്വരൻ നമ്മളെ കാത്തുരക്ഷിക്കുന്നതാണ്. അപ്പോൾ കവചമന്ത്രമാകണമെന്നില്ല, ആ നാമം തന്നെയാണ്. അപ്പം നാമത്തിൻ്റെ കവചമാണ്. അപ്പോൾ ഭഗവത് നാമത്തിൻ്റെ കവചം, ദുർഗാനാമത്തിൻ്റെ കവചം, ഈ രണ്ട് കവചങ്ങൾ. അപ്പോൾ അത് കവചം ചൊല്ലണമെന്നില്ല, ആ നാമം ജപിച്ചാൽ ഒന്ന്, കാരണം രണ്ട് തരത്തിലുള്ള ശക്തികളെയാണ് നമ്മൾ സാധാരണഗതിയിൽ ആളുകൾ ആരാധിക്കുക. അപ്പോൾ പൊതുവിൽ ആളുകളുടെ സ്വഭാവം അനുസരിച്ച് അങ്ങനെയാണ് വരിക. അപ്പോൾ ആളുകൾക്ക് കുറച്ച് പൂർണ്ണമായിരിക്കുന്ന സാത്വിക ഗുണമുള്ളതായിരിക്കുന്ന ആളുകൾ വിഷ്ണുവിനെ ആരാധിക്കുമ്പോൾ കുറച്ച് നേരെ അതിൽ തമോ ഗുണപ്രദമായിരിക്കുന്ന കാര്യങ്ങളുള്ളവർ അവർ ശിവാരാധകന്മാരായിട്ട് മാറുന്നുണ്ട്. അതിൽ തന്നെ രണ്ട് മിശ്രീഭാവങ്ങൾ, സത്വഗുണമുണ്ട്, അതേപോലെ കുറച്ച് തമോ ഗുണം ഉണ്ടെങ്കിൽ എന്താണ് അവർ രജോ ഗുണപ്രധാനമായിരിക്കുന്ന ദുർഗാരാധനത്തിൽ വരും. അത് മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ഈ ആരാധനകളൊക്കെ വരിക. അപ്പോൾ അതാത് ദേവന്മാർ, നമ്മൾ ആരാധിക്കുന്ന ദേവന്മാർ പൂർണ്ണമായിട്ട് ഉപാസിക്കുമ്പോൾ ഒരു ദുർദേവതയും ഒരു ദുരാചാരങ്ങളും ഒരു നെഗറ്റീവ് എനർജിയും നമ്മളെ ബാധിക്കില്ല. അതാണ് അതിലെ പ്രത്യേകത.